بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാർ, ബഹുമാന്യരായ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തകർ, മഹല്ല് കമ്മിറ്റി പ്രവർത്തകർ, സഹോദരങ്ങൾ, സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു തആല ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ തൗബയുടെ പേരിൽ ഇവിടെ സംഗമിച്ചതിന് ഒരു അർത്ഥവും ഒരു പ്രയോജനവും തരട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ സ്പാർക്കിംഗ്, ഒരു ഇലാഹി ചിന്തയുടെ വെളിച്ചം എവിടെയോ വന്ന പോലെ അനുഭവപ്പെട്ടാൽ അതൊരു സത്യമാണ്. അത് നിലനിർത്തുക എന്നൊരു ഉപദേശമാണ് ഈ ഉള്ളവൻ്റെ ചെറിയ വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ആളുകൾ കുറയുന്ന ഒരു സ്വഭാവം ആത്മീയ മജ്ലിസുകളിലും സദസ്സുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. റമദാൻ കഴിഞ്ഞ ഉടനെ ആളുകൾ കുറഞ്ഞ ഒരു ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ചിത്രം കൊടുത്തിട്ട് അതിൻ്റെ അടിക്കുറിപ്പായി എഴുതുകയും അത് പ്രചരിക്കുകയും ചെയ്ത ഒരു അറബ് ചിത്രം വാട്സാപ്പ് മെസ്സേജായി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. അവിടെ അടിക്കുറിപ്പായി എഴുതി വെച്ചതും ആ ചിത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആശയത്തെ അംഗീകരിച്ചതും ദഹബൽ ളയൂഫ് വബഖിയൽ അഹ്ൽ എന്ന വാചകങ്ങളാണ്. അതിഥികളൊക്കെ പോയി, ഇനി വീട്ടുകാർ മാത്രമായി എന്നതാണ് റമദാനിക്ക് ശേഷമുള്ള ഒരു ജമാഅത്ത് നിസ്കാരത്തിൻ്റെ അടിക്കുറിപ്പിൽ അറബി എഴുതി വെച്ചത്. ഒരു അറബി കാർട്ടൂണിസ്റ്റ് എഴുതി വെച്ചത് അങ്ങനെയാണ്. വിരുന്നുകാരൊക്കെ പോയി, ഇനി വീട്ടുകാർ മാത്രം. ദഹബൽ ളയൂഫ് വബഖിയൽ അഹ്ൽ, വിരുന്നുകാരൊക്കെ പോയി, വീട്ടുകാർ മാത്രം. എല്ലാ മേഖലകളും അങ്ങനെയാണ്. റമദാൻ 1 സുബഹി നിസ്കാരം പള്ളി നിറഞ്ഞിരുന്നു. എന്നാൽ ശവ്വാൽ 2 ചെറിയ പെരുന്നാളിൻ്റെ പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് ആളുകൾ ഇല്ല. സ്വാഭാവികമായും അന്ന് പള്ളിയിലെ ഉസ്താദിന് ലീവായതുകൊണ്ട് മിഹ്റാബിലും നിൽക്കേണ്ട ആള് ഇല്ല എന്നുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. മഅ്മൂമായി പങ്കെടുക്കേണ്ട ആളുകൾ ആ മഹല്ല് നിവാസികൾ തന്നെയാണ്. അവർ മഹല്ലിൽ നിന്നും പേരുവെട്ടി വീട് മാറിപ്പോയവരല്ല. ഈ ഒരു സ്വഭാവം എല്ലാ നാടുകളിലും ഉണ്ട്. റമദാനിൽ കിട്ടിയ വെളിച്ചം റമദാൻ തീരുമ്പോഴേക്കും നശിപ്പിക്കുന്നു എന്നതാണ്. റമദാനിൽ നാം ചെയ്ത അമലുകൾ, റമദാനിൽ നമ്മൾ പാലിച്ച അദബുകൾ, നാം ക്രമീകരിച്ച ശീലങ്ങൾ, ചിട്ടകൾ സ്വന്തം ശരീരത്തെ ആത്മീയതയിൽ നിലനിർത്താൻ നടത്തിയ മൗന ഉപദേശങ്ങളാണ് എന്നതിന് പുറമെ സാധാരണയിൽ കവിഞ്ഞ ഖുർആൻ ക്ലാസുകൾ, ഹദീസ് പഠന ക്ലാസുകൾ, തൗബ മജ്ലിസുകൾ ഒക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ എവിടെ പ്രയോജനം ചെയ്യുന്നു എന്ന ഒരു ചിന്തയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. മഹാന്മാരായ തസവുഫിന്റെ ഉലമാ വളരെ കൃത്യമായി തന്നെ നിലപാടുകൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. വളായിഫു റമദാൻ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മഹാനായ ഇബ്നു റജബ് തങ്ങളുടെ ലതായിഫുൽ മആരിഫിലും ഒക്കെ പറയുന്നുണ്ട്. താബിഈങ്ങളിൽ പ്രമുഖനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്,
മൻ സാമ റമളാൻ വഹുവ യുഹദ്ദിസു നഫ്സഹു ഇദാ അഫ്തറ ബഅദ റമളാൻ അസാ റബ്ബഹ്. ഒരാള് റമളാനിൽ നോമ്പെടുക്കുന്നുണ്ട്, അമലുകളുണ്ട്, പക്ഷെ അവന്റെ ഉള്ളിലുണ്ട് റമളാൻ മാസമല്ലേ, അതൊന്ന് കഴിഞ്ഞിട്ട് വേണം ആ ഒരു കാര്യം ഒന്ന് ചെയ്യാൻ. ഏതൊരു കാര്യത്തെയാണോ അവൻ ഉദ്ദേശിച്ചത്, ആ പിന്നീട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഒരു തെറ്റായ കാര്യമാണ് എങ്കിൽ അവൻ ഇപ്പോൾ റമളാനിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നോമ്പും അമലും അവനിലേക്ക് അള്ളാഹു തിരിച്ചു നൽകുമെന്ന് മഹാന്മാരായ സുഫിയാക്കൾ പറയാം. വമൻ സാമ റമളാൻ വഹുവ യുഹദ്ദിസു നഫ്സഹു ഇദാ അഫ്തറ ബഅദ റമളാൻ അല്ലാ യഅസി അല്ലാഹ്. എന്നാൽ ഒരാൾ റമളാനിൽ നോമ്പെടുക്കുന്നു, അമൽ ചെയ്യുന്നു, അപ്പോൾ അവന്റെ ഉള്ളിലുള്ളത് റമളാൻ കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇതിലും നന്നായി ജീവിക്കണം എന്ന ഒരു നല്ല ഉദ്ദേശം ഉള്ളിൽ ഉണ്ടെങ്കിൽ മഹാന്മാര് പറയുന്നു, എന്നാൽ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ് വലാ മസ്അല. ആ മനുഷ്യന് ഖബറിൽ ചോദ്യവുമില്ല, ഹിസാബ് അവന് എളുപ്പമാണ്, അവൻ നേരെ സ്വർഗത്തിലേക്ക് എന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ലതായിഫുൽ മആരിഫിൽ നമുക്ക് വചനം കാണാൻ കഴിയും. അപ്പൊ അത്രത്തോളം ഒരു പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ പ്രവൃത്തികൾ ചെയ്യുന്ന രണ്ട് ചിന്താഗതിയുള്ള രണ്ടാളുകളെയാണ് ഇവിടെ നമ്മൾ ബോധ്യമാക്കേണ്ടത്, അവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ്. റമളാൻ കഴിഞ്ഞിട്ടും ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും നന്നായി ജീവിക്കണം എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായാൽ തന്നെ നമുക്ക് സ്വർഗമാണ്, ഖബറിൽ ചോദ്യം എളുപ്പമാണ്. ഈമാന്റെ ഒരു ചെറിയ സ്പാർക്കിംഗ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് റമളാൻ കൊണ്ട്. എന്തോ ഒന്നുണ്ട്, അത് നശിപ്പിച്ച് കളയാതെ നിലനിർത്തി പോകണം. സ്വഹാബികളൊക്കെ അത് നിരന്തരം നിലനിന്നവരാണ്. സ്വഹാബികളെ കുറിച്ച് പറയുന്ന പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങൾ ഈ വെളിച്ചം അവരിൽ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل. സ്വഹാബികളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അവർക്കൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു വെളിച്ചല്ല മനസ്സിലുള്ളത്. ഒരു പേടിയുണ്ടല്ലോ, അള്ളാന്നൊരു തോന്നലുണ്ടല്ലോ, അത് വല്ലപ്പോഴല്ല, അത് നിരന്തരം ഉണ്ടായിരുന്നു. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലം മിനല്ലാഹ്. അവർ നിസ്കരിക്കുമ്പോഴും അവർ മറ്റു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹു ഇത് സ്വീകരിക്കണം, പടച്ചവന്റെ പൊരുത്തം കിട്ടണം എന്നതായിരുന്നു. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ്. അവരുടെ കൽബിലെ നല്ല ചിന്താഗതിയെ മുഖത്ത് നോക്കിയാൽ കാണാൻ കഴിയുമായിരുന്നു എന്ന് ഖുർആൻ. കൽബ്, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാ പറയാം. ഹൃദയത്തിലുള്ള ആ വെളിച്ചത്തെ മുഖത്ത് കാണാമായിരുന്നു. അതൊരു ചരിത്രമായിരുന്നു. ഇങ്ങനെ കുറെ മഹാന്മാരാണ് ആ വരുന്ന സ്വഹാബികൾ എന്ന് പരിശുദ്ധമായ പ്രമാണങ്ങൾ പണ്ടേ പരിചയപ്പെടുത്തി. തൗറാത്തിൽ സ്വഹാബികളെ മുഖത്ത് വെളിച്ചമുള്ളവരാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇഞ്ചീലിൽ സ്വഹാബികളെ മുഖത്ത് വെളിച്ചമുള്ളവരെന്നാ പറഞ്ഞിട്ടുള്ളത്. മുഖത്തൊരു വെളിച്ചമുണ്ട്. ചില മനുഷ്യരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും വെളിച്ചം ആ മുഖത്ത് കാണാറുണ്ട്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, 1000 ഷഹീദിന്റെ കൂലി കിട്ടാൻ ഒരു മനുഷ്യന് സാധ്യമായ ഒരു അമലുണ്ട്. ആ അമല് ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യലാണെന്ന് പുണ്യനബി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയൂ. ബൈത്തുൽ മുഖദ്ദസിന്റെ സിയാറത്ത് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം 1000 ഷഹീദിന്റെ പദവി എന്ന് മുഹമ്മദ് നബി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി ആ പ്രതിഫലം സ്വായത്തമാക്കാൻ ഒരാൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ
ഒരു ഉഖ്റവിയായ ആലിമിന്റെ മുഖത്ത് നോക്കിയാൽ ആ പ്രതിഫലം കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖ്റവിയായ ആലിമിന്റെ മുഖത്ത് എന്താ ഉള്ളത്? അതാ നേരത്തെ പറഞ്ഞത്, ഖൽബിലുള്ള ഒരു വെളിച്ചം അവരുടെ മുഖത്തുണ്ടാവും. അവരൊന്ന് നോക്കിയാൽ മതി. ആ ഒരു നോട്ടത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഞങ്ങളുടെ നാട് പെരുമ്പാവൂര്, അവിടെ മുടിക്കൽ മഹാനായ മാടവനായ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ പരിശുദ്ധമായ ദർഗ നമുക്ക് കാണാൻ കഴിയും. ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ പ്രിയ ശിഷ്യന്മാരുടെ പേര് എണ്ണി വരുമ്പോൾ അതിൽ കാണാവുന്ന പ്രായം കുറഞ്ഞ അന്നത്തെ ശിഷ്യഗണത്തിലെ പ്രമുഖനാണ് മഹാനായ മടവൂര് CM അബൂബക്കർ മുസ്ലിയാർ, മടവൂർ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ മടവൂർ CM വലിയുള്ളാഹി തങ്ങളെ പോലെയുള്ളവര് ആലുവായ അബൂബക്കർ മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ കഴിയുന്ന ആ കാലഘട്ടത്തിന്റെ അനുഭവം എങ്ങനെയെന്ന് പഴമക്കാർ പറയാറുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കലോ ഒന്നുമില്ല. ഒരു മുറബിയായ ഷെയ്ഖിന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ ആ മുറബിയായ ഷെയ്ഖ് തന്റെ മുന്നിൽ വരുന്ന അനുവാചകന്റെ ഹൃദയത്തിലേക്ക് നോക്കും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ നോട്ടം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ തുടർച്ചയാണത്. വിഷം പുരട്ടിയ ആട്ടിറച്ചിയുമായി പുണ്യനബിയെ കൊല്ലാൻ വേണ്ടി വന്ന ജൂത സമൂഹത്തെ കുറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ആധികാരിക ഗ്രന്ഥമായ ശറഹുൽ അഖായിദിലും മറ്റുമൊക്കെ മഹാന്മാർ പ്രതിപാദിക്കുന്നുണ്ട്. ഹദീസിന്റെ കിതാബുകളിലുണ്ട്. വിഷം പുരട്ടിയ ആട്ടിറച്ചി രുചിക്കുന്നതിന് മുന്നേ തന്നെ അതിൽ വിഷമുണ്ടെന്ന് മനസ്സിലാക്കാൻ കൊണ്ടുവന്ന ആളുടെ മുഖഭാവത്തിൽ നിന്നും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിച്ചെടുത്തതാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഇരുതല മൂർച്ചയുള്ള ആയുധം കൊണ്ട് തന്റെ പിരടി വെട്ടാൻ പോകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽസം എന്ന് പറയുന്ന മനുഷ്യൻ മുന്നിൽ വന്നുകൊണ്ട് പ്രകീർത്തിച്ച് പാട്ട് പാടിയപ്പോൾ ആസ്വാദനത്തിന്റെ അപ്പുറവും തന്റെ ഘാതകനാണ് ഈ പാട്ട് പാടുന്നതെന്ന് തിരിച്ചറിയാൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മഹാന്മാരായ തർബിയത്തിന്റെ പദവിയിലുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ മുന്നിൽ ചെന്ന് നിന്നു കഴിഞ്ഞാൽ അവർ നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലൊക്കെ ആ നോട്ടം തന്നെ ഒരു ചികിത്സയാണത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ കാലം ഇത്രയും പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരു അധ്യാപനത്തിന്റെ മരച്ചുവട്ടിലാണ് നമ്മൾ ഇപ്പോഴും കൂടിയിട്ടുള്ളത്. സഹസ്രക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് കൊടുത്ത ഒരു ഭൂമികയുടെ ഒരു തറവാടിന്റെ മുറ്റത്ത് നിന്നും പിച്ചവെച്ച് ആറ്റുപുറത്തേക്ക് നടന്നു നീങ്ങിയ പൊന്നുമോൻ ശൈഖ് സയ്യിദ് മുനവ്വർ ഷാ സാഹിബ് പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന മഹാനും ആ ഹൃദയത്തിലേക്ക് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബാഗമെന്നോവർ. അവര് ഹൃദയം ചികിത്സിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവർക്കതിന് കഴിയൂ. കാരണം ഹൃദയത്തിൽ വെളിച്ചമുള്ളവനെ മറ്റൊരു ഹൃദയത്തെ ചികിത്സിക്കാൻ കഴിയൂ. ഒരു ചിന്താഗതിയെ തിരുത്തലാണ് ഹൃദയം ചികിത്സിക്കൽ. ഒരു ധാരണയെ തിരുത്തലാണ് ഹൃദയം ചികിത്സിക്കൽ. ഒരു ധാരണയെ തിരുത്തലാണ് ഹൃദയം ചികിത്സിക്കൽ എന്ന് മഹാന്മാർ പഠിപ്പിക്കാം. ഒരു ധാരണ തിരുത്തി അറിഞ്ഞത്, ഒരു അറിവുള്ള കാര്യത്തിൽ പിഴവുകളെ തിരുത്താൻ കഴിയും. പക്ഷെ ധരിച്ചത് തിരുത്തൽ പ്രയാസമാണ്. അതിന് തർബിയത്ത് കൊണ്ട് കുറച്ചും കൂടി കിട്ടും. അതുകൊണ്ട് തർബിയത്ത് മഹാന്മാരിൽ നിന്നുണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മീയമായ ഒരു പാഠശാലയിൽ നമുക്ക് ആസ്വാദനത്തിന്റെ റമദാൻ വിരുന്നുകൾ കർമ്മങ്ങളിലൂടെ കിട്ടുമ്പോൾ അതുകൊണ്ട് നാം ഉണ്ടാക്കിയെടുത്ത ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം എപ്പോഴാ അണഞ്ഞു പോവാന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബി. ഒരു തെറ്റ് ചെയ്യുമ്പോഴാ, ഒരു ഹറാം ചിന്തിക്കുമ്പോഴാ, ഒരു ഹറാം പറയുമ്പോഴാ, ഒരു ഹറാമിൽ കൂടുമ്പോഴാ നമ്മുടെ മനസ്സിന്റെ അകത്താ വെളിച്ചത്തിൽ മങ്ങൽ വരാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറ്റിപ്പോയി അല്ലാ എന്ന തോന്നൽ അപ്പ തന്നെ വന്നു. അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുന്നു എന്ന ചിന്ത വന്നു. അവൻ അതിൽ നിന്നും പിന്നോട്ടടിക്കുമ്പോൾ വസ്തഗ്ഫറ, അറിയാതെ അവൻ പറഞ്ഞു പോകും അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ പുണ്യ റമദാൻ വന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയത് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലൂ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ ഖൽബിൽ വെളിച്ചമാണ്.
സുഖില ഖൽബുഹു, അവന്റെ ഖൽബ് നന്നായി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാളത് പെൻഡിങ്ങിലായി മാറ്റി 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 വെച്ചുകൊണ്ടിരുന്നു, ഹറാമുകൾ ഇങ്ങനെ അനുസ്യൂതം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ ഖൽബിനെ ഇപ്പോൾ ഒരു ചെറിയ പുള്ളിയായി വന്ന് മൂടിയിരിക്കുന്ന കറുത്താടയാളം അതങ്ങ് വർദ്ധിച്ചുകൊണ്ട് അവന്റെ ഖൽബ് മുഴുവൻ കരിവാളിച്ച് പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടങ്ങ് ആയത്തോതാൻ തുടങ്ങി. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ ആ മനസ്സിന്റെ അകത്ത വെളിച്ചത്തെ നശിപ്പിക്കുക എന്ന പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തൗബ കൊണ്ട് ഹൃദയം കഴുകണം. തൗബ ജീവിതത്തിൽ ഒരാൾ ആഗ്രഹിക്കുക എന്നത് ഈമാന്റെ അടയാള. എന്താണ് തൗബ? പറഞ്ഞു തരുന്നത്, ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലലെല്ലാം. തൗബ ഒരു തീരുമാനമാണ്, തൗബ ഒരു പ്രതിജ്ഞയാണ്, തൗബ ഒരു വലിയ പുണ്യമാണ്. തൗബയിലായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വൃത്തികേടാകുന്നതിനെ കഴുകി വൃത്തിയാക്ക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്, സംസ്കാരമാണ്. എങ്കിൽ നാം കാണാത്ത ഒരു ഇടമുണ്ട്, നമുക്ക് ഏറ്റവും വൃത്തിയാവേണ്ടത് ആ ഇടമാണ്. ആ ഒരു ഇടം വൃത്തിയായാൽ ആ ജീവിതം മുഴുവൻ വൃത്തിയായി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. അലാ വഹിയൽ ഖൽബ്. ഇടനെഞ്ചിലേക്ക് വലത് കയ്യന്റെ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, അത് ഈ ഹൃദയമാ സഹാബ നബിയെ മുഹമ്മദ് മുസ്തഫ. അതിങ്ങനെ വൃത്തികേടാകുന്നത് ഇടയ്ക്കിടയ്ക്ക് നന്നാക്കിക്കൊണ്ടിരിക്കാം. ഒരു ഖേദ പ്രകടനമാണ് തൗബ, ഒരു പശ്ചാത്താപബോധത്തിന്റെ വാക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ തുറന്ന് പറയലാണ് തൗബ. എല്ലാം തുറന്ന് പറയാൻ പറ്റില്ല. തൗബ ചെയ്തുകൊണ്ട് ഖൽബ് വെളുപ്പിക്കാൻ തൗബ കൊണ്ടാ വെളിച്ചം കിട്ടൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ. عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. സൂറത്ത് തഹ്രീം. എന്തൊരർത്ഥമായ ആയത്തുകൾ! ഓ മുഅ്മിനീങ്ങളെ, ആ വിളി കേട്ടവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായ തൗബ, പശ്ചാത്താപ ഖേദ പ്രകടനം അല്ലാഹുവിനോട് നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ. പരിശുദ്ധ ഖുർആൻ. അതിനൊരു മഹാനായ സയ്യിദിന്റെ നേതൃത്വം നമ്മൾ കാത്തിരിക്കുന്നത്. അഹ്ലു ബൈത്ത് ഇരുന്ന് ആമീൻ പറഞ്ഞാൽ മതി, ദുആരക്കണ്ട. അഹ്ലു ബൈത്ത് ആമീൻ പറയാൻ ആ സദസ്സിലുണ്ടായാൽ മതി, ദുആരക്കണ്ട. മദീന പഠിപ്പിച്ചതാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ എന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സദസ്സിൽ ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മഴയെ പ്രതീക്ഷിച്ചുകൊണ്ടാ ഉമർ ദുആ എന്നത്. പിന്നീട് അത് ഓർത്തോർത്ത് പറഞ്ഞ് അല്ലാഹുവോട് വീണ്ടും ദുആ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ ഉമർ. സ്വഹീഹുൽ ബുഖാരി അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ كان إذا قحط الناس استسقى عمر بن الخطاب بالعباس بن عبد المطلب. പിന്നീട് നബി കുടുംബത്തിലെ സയ്യിദ് അവരുകളെ തന്നെ ഇതുപോലെ കസേരയിട്ട് ഇരുത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ദുആരക്കും സയ്യിദ് ആമീൻ പറഞ്ഞാൽ മതി. നുബുവത്തിന്റെ പ്രകാശമാണവരൊക്കെയും, അതു മങ്ങിയാൽ കൂരിരുളിലാ നാമൊക്കെയും. അവരൊന്ന് ആമീൻ പറഞ്ഞോടത്ത് പോയിരിക്കാൻ കഴിഞ്ഞാൽ മതി.
പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു ജമാഅത്ത് നിസ്കാരം അസ്റിന്റെ നേരത്തെ നടക്കാനിരിക്കെ അവിടെ അസ്ർ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇമാമത്ത് നിൽക്കാൻ മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹാനവറുകൾ നേതൃത്വം നൽകുമെന്ന് പറയപ്പെടുന്നിടത്ത് ഈസ നബിയോട് ഒരു ചോദ്യമുണ്ട്, എവിടെ മഹ്ദി? എവിടെയാ മഹാനായ മഹ്ദി ഉള്ളത്? മഹ്ദി ഇമാമത്ത് നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നറിയുമോ? മഹ്ദി ഇമാം അഹ്ലു ബൈത്താണ്, മഹ്ദി ഇമാം സയ്യിദാണ്. ഈസ നബി വഴിമാറുമെന്ന ചരിത്രം അങ്ങനെയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒരു സയ്യിദിന്റെ നേതൃത്വം ഒരു തൗബയെ പ്രതീക്ഷിച്ചുകൊണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുന്നു, തൗബ ചെയ്താൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തൗബ കൊണ്ട് സ്വർഗം കിട്ടും, പാപം പൊറുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നസീബാക്കട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴാണെന്നറിയോ നമുക്കതിന്റെ റിസൾട്ട് അറിയാൻ കഴിയുന്നത്? ഈ തൗബ കബൂലായി എന്ന റിസൾട്ട് അറിയാൻ കഴിയുന്നത് എല്ലാവരും പേടിച്ചരണ്ടിരിക്കുമ്പോ നമ്മുടെ റിസൾട്ട് നേരത്തെ കിട്ടി, നമ്മൾ പാസ്സായി. അന്നൊരു ചിരിയാണ് ആ മുഖത്ത്, അന്നൊരു ചിരി ആരും ചിരിക്കാത്ത ഒരു മഷറ. അന്ന് ആരും ചിരിക്കൂല. ആ സമയത്ത് ഭൂമിയിൽ വെച്ച് തൗബ ചെയ്തവൻ അന്ന് ചിരിക്കുമെന്ന് ഖുർആൻ. يوم لا يخزي الله النبي والذين آمنوا معه. അന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ട വഴിയിൽ ജീവിച്ച ആളുകളെ അള്ളാഹു പുഞ്ചിരി കൊണ്ട് സന്തോഷിപ്പിക്കുമെന്ന് ഖുർആൻ. അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വെളിച്ചം മുഖത്ത് കാണാം. നമ്മുടെ മനസ്സിൽ ഉണ്ടെന്ന് പറയുന്ന, നമ്മുടെ മനസാക്ഷി പറയുന്ന ആ വെളിച്ചം അന്ന് നമ്മുടെ മുഖത്ത് വരുമെന്ന് ഖുർആൻ. ആ വെളിച്ചം അല്ലാഹു തരട്ടെ. ആ വെളിച്ചത്തിന് വേണ്ടിയാണ് അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനൻ നാർ വഅദ്ഖിൽനി യാ റബ്ബൽ ആലമീൻ. ഓക്കേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ ഫഅഫു അന്നീ. ആ ഒരു വെളിച്ചത്തിന് വേണ്ടിയാ, ഒരു വെളിച്ചത്തിന് വേണ്ടിയാ ഈ ചൂട് 40 ഡിഗ്രിയിലെത്തുമ്പോഴും സത്യവിശ്വാസി നോമ്പിന്റെ ആനന്ദത്തിൽ ആ ചൂട് പോലും അറിയാത്തത്. ആ ഒരു വെളിച്ചത്തിന് വേണ്ടിയാ പകലിൽ സമയബന്ധിതമായ ആഹാരത്തിന്റെ പിന്തുണയോടുകൂടെ കഴിച്ചാലും തളർന്നു പോകുന്ന ഗുളിക, ആഹാരത്തിന്റെ പിന്തുണയില്ലാതെ പാതിരാവിൽ ഒരുമിച്ച് കഴിച്ചിട്ടും ആ പകലിൽ ഉന്മേഷത്തിലും ആവേശത്തിലും കുറവ് വരാത്തത് ആ ഒരു വെളിച്ചത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാ. അല്ലാഹു ആ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് തരട്ടെ. അന്ന് മഹ്ശറയിൽ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വെളിച്ചം പുറത്തു വരുമെന്ന് ഖുർആൻ. നോമ്പ് കൊണ്ട് നമ്മുടെ മനസ്സിൽ വന്ന അല്ലാഹ് എന്ന ചിന്ത അന്നൊരു വെളിച്ചമായി നമ്മുടെ മുന്നിൽ വരുമെന്ന് ഖുർആൻ. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. മുന്നിലും പിന്നിലും ആ വെളിച്ചമുള്ളവൻ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന പോലെ അവൻ സ്വയം പ്രകാശിക്കുമെന്ന് ഖുർആൻ. ഹൃദയത്തിലെ വെളിച്ചം പുറത്തു ചാടുന്നത് അന്ന് വെളിച്ചമില്ലെങ്കിൽ പറ്റൂല. നരകം ഇങ്ങനെ വെള്ളപ്പൊക്കം പോലെ നരകമെങ്ങ് നിറഞ്ഞ് കവിയുന്നോടത്ത് ഒരു പാലം, അതിന്റെ മുകളിലൂടെ അല്ലാഹു നാട്ടുന്നുണ്ട്, സിറാത്ത് എന്ന പാലം. ആ പാലം കവച്ച് കടക്കണമെങ്കിൽ ഈ വെളിച്ചമേ നീ വേണം. എന്തുകൊണ്ട് ഈ വെളിച്ചമുള്ളോടത്തേക്ക് നരകത്തിന്റെ തീ എത്തുകയില്ല? പരിശുദ്ധ ഖുർആൻ. അന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് നിങ്ങൾ കാണാതെ പോയ, ഉണ്ടെന്ന് നിങ്ങൾ ആണയിട്ട് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആ വെളിച്ചം അന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിസരണം നടത്തും, അത് നിങ്ങളിൽ നിന്നും നിർഗളിക്കുമെന്ന് ഖുർആൻ. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം യഖൂലൂൻ റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ
ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. ആ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന നോമ്പുകാരാ, ആ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന തൗബ ചെയ്തവരെ, അന്ന് നിങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്യും, അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച എന്റെ ആ വെളിച്ചമുണ്ടല്ലോ, അത് പരമാവധി പുറത്തു വരണേ. റബ്ബനാ അത്മിം ലനാ നൂറനാ. ആ വെളിച്ചമിങ്ങ് പുറത്തേക്ക് വരട്ടെ അല്ലാ. കുടുകുടാന്ന് വിയർത്തൊഴുകുന്ന പോലെയാണ് രോമകൂപങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് ആ വെളിച്ചം ഇറങ്ങി വരാ എന്ന് ഖുർആൻ. അല്ലാഹു തരട്ടെ. അതൊരു വലിയ അനുഭവമാ. ആ വെളിച്ചം നേരത്തെ കിട്ടിയവരാ സ്വഹാബ. നേരത്തെ കിട്ടി. സ്വഹാബികളുടെ കൂടെ കൂടിയ ചില മഹാന്മാരുണ്ട്, അവര് സ്വഹാബി ആയിട്ടില്ല, അവര് മൂമിനായിട്ടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇസ്ലാമിൽ വന്നിട്ടില്ല. സയ്യിദുന ഹംസ, ഉറക്കെ പറയൂ, സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയുടെ സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ നബി തങ്ങൾക്ക് കാവൽ നിൽക്കുമായിരുന്നു. ഒരാളും അവിടുത്തെ നേരെ നോക്കി ഞെറ്റി ചുളുക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു അനുവദിച്ചിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു വനാന്തരങ്ങളിൽ ഏറ്റവും വേഗതയിൽ പായുന്ന മാൻപേടയെ അമ്പെയ്ത് പിടിക്കുമായിരുന്നു. സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കനായിരുന്നു, വലിയ ധീരനായിരുന്നല്ലോ. ഒരു കയ്യിൽ മാത്രം 18 ആയുധം വെച്ച് പോരാടാനുള്ള യുദ്ധപാഠവം എന്നാണ് അസ്വദിനെ കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അല്ലെങ്കിൽ 18 യോദ്ധാക്കളുടെ ഇടയിൽ ഒറ്റ ആയുധം കൊണ്ട് ഒരു സമയം പോരാടി അവരെ കീഴ്പ്പെടുത്തുന്ന യുദ്ധപാഠവം എന്നാണ് അസ്വദിനെ കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആ അസ്വദിനെ പിടിയുടെ ഭാഗം തുരുമ്പിച്ച ഒരു മുഴത്തിൽ അല്പം കൂടുതൽ നീളമുള്ള ഒരു വാളുകൊണ്ട് ഒരു പാതിരാവിന്റെ പരാപര വെളിച്ചത്തിൽ പട്ടിണി കിടന്ന് നോമ്പെടുത്ത ഹംസ റളിയല്ലാഹു അൻഹു നിമിഷാർദ്ധങ്ങൾ കൊണ്ട് അത്ഭുതം കാണിച്ച് പരാജയത്തിലെത്തിച്ചത് അധീരത കൊണ്ടാണ്. വന്യമൃഗങ്ങൾ സജീവമായി ഉണ്ടായിരുന്ന വനാന്തരങ്ങളിൽ പോയി ഒരു ആയുധം പോലുമില്ലാതെ വേട്ടയാടി മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ചങ്കുറപ്പിന്റെ പ്രതീകമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഉള്ളിൽ ഒന്നേ ഉണ്ടായുള്ളൂ, മുഹബ്ബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ഇഷ്ടമായിരുന്നു, വേറെ ഒന്നുമില്ല. എന്ന കലിമ ചൊല്ലിയിട്ടില്ല. എന്ന ആളങ്ങനെ പതുക്കെ ഇസ്ലാമിൽ വന്നു. ഇസ്ലാമിൽ വന്ന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് മുസ്ലിമായത്. ഹംസ റളിയല്ലാഹു അൻഹു സ്വഹാബികളുമായി സമ്പർക്കമുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ നല്ല സമ്പർക്കമായിരുന്നു. പിന്നീട് മുസ്ലിമായി. അങ്ങനെ പലരും ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബികളോട് നിരന്തരം സമ്പർക്കമുണ്ടായിരുന്നു. പക്ഷേ ഉറച്ച വിശ്വാസിയല്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ചെറുതായിട്ടൊക്കെ ഒരു തോന്നലുണ്ട്, ഇടയ്ക്കൊരു കലിമയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പരിപൂർണമായ ഇസ്ലാമിയത്ത് ഉള്ളിൽ കയറിയിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഫുദാലത്ത് ബിൻ ഉമൈറിൻ മുനവ്വഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. മക്കം ഫതഹിൽ ഹബീബിനെ വധിക്കണമെന്ന് തന്നെ അയാൾ തീരുമാനിച്ചു. എന്ന സ്വഹാബികളുടെ കൂടെ കാണാറുണ്ട് അയാൾ. അയാൾക്ക് അത്യാവശ്യം ദിക്റും സ്വലാത്തൊക്കെ അറിയാം. പക്ഷേ മക്കം ഫതഹിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. റസൂലുള്ളാഹിനെ കൊല്ലാൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിടുക്കനായിരുന്നു ഫദാല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കിന്നാര വർത്തമാനങ്ങളാണ്. ഫദാല വർത്തമാനം പറയാൻ ജാഹിലിയത്തിന്റെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരമോഹമുള്ള സ്ത്രീകൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. ഫദാല എന്ന് വർത്താനം പറഞ്ഞാൽ മതി. ഫദാല പറഞ്ഞ കേട്ടിരിക്കാൻ തന്നെ പോയിരിക്കും. എന്നിട്ട് ഫദാലയോട് പെണ്ണുങ്ങൾ അങ്ങോട്ടും പറയും. ചരിത്രം പറയുന്നുണ്ട്, കാന മുശ്രിക്കൻ കാനത് ലഹു സുഹ്ബത്തും വസദാഖത്തും മഅന്നാസ് കാന യജ്ലിസു ഇനൻ നിസാഇ യതഹദ്ദസു ഇലൈഹിന്ന വയതഹദ്ദസന ഇലൈഹി. പരസ്പരം കിന്നാര പുന്നാര വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഒളിച്ചിരിക്കും, പാത്തിരിക്കും. അങ്ങനെ കുറെ ദീർഘമായി സംസാരിക്കും. അവസാനം അല്ലാഹു അഅലം, വർത്താനത്തിന് ശേഷം എന്തവിടെ സംഭവിക്കുന്നു അല്ലാഹു അഅലം. ചരിത്രമാണ്. ഹദീസ്, വർത്താനം പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷിതത്വമൊക്കെ ഫദാലക്കുണ്ടോ അല്ലാഹു അഅലം. അങ്ങനെ ചരിത്രം പറയുന്ന ആ വരികൾ രസമാണ് എന്ന് പറഞ്ഞാൽ പച്ച വ്യഭിചാരം അതിനുശേഷം സംഭവിക്കുന്ന വിധം ഫദാലയുടെ വർത്തമാനങ്ങൾ വശീകരണമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മിടുമിടുക്കനായിരുന്നു ഫദാല. ഉള്ളിലൊന്നുമില്ല. ഒരു പ്രകടനം പേടിച്ച 2 സ്വഹാബികളുടെ കൂടെയൊക്കെ കൂടും. ഇസ്ലാമിക സംഘശക്തിയുടെ വലിപ്പം കണ്ടപ്പോ ഫദാല പേടിച്ചു. ഒന്ന് സ്വഹാബികളുടെ കൂടെ നിന്നുകൊടുത്തു. അയാൾ യഥാർത്ഥത്തിൽ മുസ്ലിം ആയിട്ടില്ല എന്ന ഒരു ചെറിയ എന്തോ ഉള്ളിലൂടെ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. എന്നാലും റസൂലുള്ളാഹിനെ കൊല്ലണമെന്ന് തന്നെ തീരുമാനിച്ചയാണ്.
അല്പാൽപമായിട്ട് ഇവിടേക്ക് ഒരു വിശ്വാസം കടന്നു വരുന്നതിന്റെ കൂടെ തന്നെ ആ തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഫലാല കൊല്ലാൻ വേണ്ടിയിട്ട്, ഹബീബായ നബിയെ കൊല്ലാൻ വേണ്ടി കഅബയുടെ കില്ലയുടെ അകത്ത് ഒളിച്ചിരുന്നു. നിബിതങ്ങളുടെ ഒരു ധാരണ അയാൾ ഒരു മുസ്ലിം എന്ന രീതിയിലായിരിക്കാം, ചരിത്രം അങ്ങനെ തോന്നിക്കുന്നത്. സ്വഹാബികളുടെ കൂടെയൊക്കെ എപ്പോഴും കാണാറുണ്ട്, അവിടെ ഇവിടെയൊക്കെ എല്ലാവരും കൂടെ ഒരു കല്യാണത്തിന് മുമ്പ് ഒരുമിച്ചല്ല. ഏതായാലും മക്കം ഫതഹിന്റെ അന്ന് ഹബീബായ നബിതങ്ങൾ സ്വഹാബികളുമായി തവാഫ് ചെയ്യുമ്പോൾ എപ്പോഴും അവിടുന്ന് മുന്നിലാ നടക്കാറ്. അന്ന് സ്വഹാബികളെ മുന്നിൽ വിട്ട് പിന്നിൽ നടന്നു മുഹമ്മദ് നബി. അത് മദീനത്ത് നിന്ന് മക്കയിലേക്ക് വരുമ്പോഴും പിന്നിലായിരുന്നു. സ്വഹാബികളുടെ ആനന്ദത്തെ, അവർക്ക് അന്നത്തെ ദിവസം ഒരു കടിച്ചു പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയില്ല. നബിയുടെ മുന്നിൽ ആ അദബുകളുടെ ഒരു കൂച്ചുവിലങ്ങ് അവർക്ക് അങ്ങ് അഴിച്ചു കൊടുത്തു. സന്തോഷല്ലേ, പിറന്ന മണ്ണിലേക്ക് അവരല്ലേ, സ്വഹാബികൾ മുന്നിലാ. അപ്പോഴുണ്ട് അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ പറയുന്നുണ്ട്, മഹാനായ ഫളാലത്ത് ഇബ്നു ഉമൈർ അൽ മുലവ്വഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി ഇസ്ലാമിൽ വരുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. വഹുവ യതൂഫു ബിൽ ബൈത്തി ആമൽ ഫത്ഹി. ഹബീബായ നബി തങ്ങൾ മക്കം ഫത്ഹിന് കഅബ തവാഫ് ചെയ്യുന്നു. വദാലിക ബഅദാൻ വഖഫൽ ജമീഉ അമാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ എല്ലാവരും മുന്നിലാണ് തവാഫിൽ, റസൂലുള്ളാഹി പിന്നിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് ഫലമ്മാ ദനാ മിൻഹു, 6 വട്ടം ഫളാല ഓങ്ങി വന്നു. പക്ഷേ ഹബീബിന്റെ ശരീരത്തിലേക്ക് അയാൾക്ക് ചാടി വീഴാൻ കഴിഞ്ഞില്ല. മുന്നിൽ വരുമ്പോ ഒന്ന് വിറച്ചു പോകും. 7ാമത്തെ വട്ടം അയാൾ തീരുമാനിച്ചു, ഈ 7ാമത്തെ അവസരം, തവാഫിന്റെ 7ാമത്തെ ചുറ്റില് കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബിയെ ഇതുപോലെ എനിക്ക് കിട്ടൂല. അയാള് മുന്നിലേക്ക് 7ാമത്തെ വട്ടം ചാടിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചേർന്ന് നിന്നപ്പോ അവിടുന്ന് ചോദിച്ച, ഫളാല അഫളാല, നീ ഫളാലയല്ലേ, താങ്കൾ ഫളാലയല്ലേ? ഖാല നഅം ഫളാലത്തു യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ ഫളാലയാ നബിയെ. അപ്പൊ ചോദിച്ചു, നീ എന്താ പിറുപിറുക്കുന്നത്? ഹബീബായ നബിയോട് വല്ലാത്ത ദേഷ്യം ഉള്ള പോലെ, അല്ലെങ്കിൽ തന്റെ അവസരം നഷ്ടപ്പെട്ടതിലുള്ള നിരാശ പോലെ അയാൾ ഇങ്ങനെ പിറുപിറുക്കാൻ തുടങ്ങി. മാദാ കുന്ത തുഹദ്ദിസു ബിഹി നഫ്സക, എന്താണ് ഫളാല നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖാല ലാ ശൈഅ കുന്തു അദ്കുറുല്ലാഹ്, ഒന്നുമില്ല നബിയേ, ഞാൻ ദിക്ർ ചൊല്ലിയതാ. ഒന്നുമില്ല നബിയേ, ഞാൻ ദിക്ർ ചൊല്ലിയതാ നബിയേ. ഒന്നുമില്ല നബിയേ, ഞാൻ ദിക്ർ ചൊല്ലിയതാ. ഫളാലയുടെ ഖൽബിൽ എന്താണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. ഫളാലയുടെ ചിന്താഗതി എന്താണെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചം കിട്ടിയവർക്ക് മറ്റൊരു ഹൃദയത്തെ ചികിത്സിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. ഫളഹിക റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദിക്ർ ചൊല്ലിക്കോ, കൂട്ടത്തിൽ നീ ഇതും കൂടി ചൊല്ലിക്കോ ഫളാല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇസ്തഗ്ഫിറുല്ലാഹ്. ദിക്ർ ചൊല്ലുന്ന കൂട്ടത്തില് അസ്തഗ്ഫിറുല്ലാഹയും കൂടി ചൊല്ലിക്കോ. നിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം. നീ ദിക്ർ ചൊല്ലിക്കോ, കൂട്ടത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ഫളാല കടന്ന് വിറക്കാണ്. കുറഞ്ഞ നേരമാ. സ്വഹാബത്ത് വലയം ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് വന്നാൽ ഫളാലയെ കൊന്നുകളയും. ഫളാല രക്ഷപ്പെടണമല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ വലത്തെ കൈയുണ്ടല്ലോ, ഫളാലയുടെ ഇടത്തെ നെഞ്ചിലേക്കൊന്നമർത്തി പിടിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഫളാലയെ യാത്രയാക്കി. ഫസകന ഖൽബുഹു, ഫളാലയുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമെത്തിയടോ. ഫളാലയുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമെത്തിയേ, ഫളാലയുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമെത്തിയേ. മഹാനായ ശൈഖുനാ തിപ്പറ്റ ഉസ്താദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് അരുത് എന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾ പിന്നെ അത് ചെയ്യൂല. എന്ത്? ആ വെളിച്ചമുണ്ട്, അത് കൊടുത്താൽ, ആ വെളിച്ചമുണ്ടെങ്കിൽ, ആ വെളിച്ചം കൊടുത്താൽ അത് ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ കഴിയും. ഞാനൊക്കെ ഒരു 10,000 പ്രാവശ്യം കൊടുത്താലും അത് കിട്ടൂല. എന്തുകൊണ്ട്? അതില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് അബൂ ഹസൻ അലി അന്നദവി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവത്തി ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥം പറഞ്ഞത്, ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഗ്ദാദിൽ വ്യാഴാഴ്ച വൈകുന്നേരം നടത്തുന്ന വഅലുകളിൽ
നൂറുകണക്കിന് ആളുകൾ ബോധം കെട്ടി വീഴും. അല്ലാന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അല്ലാന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ, മുഹീദ്ദീൻ ശൈഖിന്റെ വായിന്നൊരു അല്ല കേട്ടാൽ, കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി സഹോദരന്മാർ നദ്വി സാഹിബിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്റെ കയ്യിലുണ്ട്. 4 വാള്യമാണ്. അതിൽ മഹാന്മാരുടെ ദഅവത്താ പറയുന്നത്. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഒന്ന് പരിഭാഷപ്പെടുത്തൂ. മഹാന്മാരുടെ ഈ തർബിയത്തിന്റെ വെളിച്ചാതിൽ പറയുന്നത്, മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു പ്രാർത്ഥനാ സംഗമത്തിൽ അതിലൂടെ പോയവനൊന്ന് ആമീൻ പറഞ്ഞാൽ അവൻ കലിമ ചൊല്ലുമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? അള്ളാനെ ബോധ്യപ്പെടുന്നത് അപ്പോഴാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വഅ്ള് കേട്ട് ബോധം കെട്ടിട്ടുള്ളത് ബഅദ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിന് ശേഷം ശൈഖ് മുഹീദ്ദീൻ. വെറുതെ പറയല്ല. അള്ളാഹനെ ബോധ്യപ്പെട്ടാൽ ബോധം കെടുമോ? കെടുമെന്ന് ഖുർആൻ. അള്ളാഹനെ ഉള്ളിലേക്ക് തരാനല്ലേ വഅ്ള്. മരണത്തെ കുറിച്ച് പറയാത്ത വഅ്ളല്ലെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ എത്ര ഘോരഘോരം പ്രസംഗിച്ചാലും ഒരു വട്ടമെങ്കിലും മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താതെ പോകുന്ന വഅ്ളല്ല. സ്വന്തം മരണത്തിലേക്കൊരു ഓർമ്മ വരും. ഞാനും മരിക്കുമല്ലോ, ഞാൻ മരിക്കുന്ന ദിവസം എന്റെ അതിഥികളായി ഞാൻ ക്ഷണിക്കാതെ പ്രിയപ്പെട്ടവർ മുഴുവനും ഓടി ഓടി വരുമല്ലോ. കളിയും ചിരിയും തമാശകളുമില്ലാതെ പ്രിയപ്പെട്ടവർ അലറിക്കരയുമ്പോഴും വാടക കസേര കൊണ്ട് എന്റെ മുറ്റം നിറയുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരു വഅ്ള് കേട്ടു പോകുന്ന ആളുടെ ഖൽബിന് കൊടുക്കാത്ത വഅ്ളല്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാ ചിന്ത കൊണ്ട് ഖൽബ് നന്നാവാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്സാബഹുൽ മാ. ഇരുമ്പിൽ തുരുമ്പ് കയറുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പാപപങ്കിലമായ അവസ്ഥ ഒരു കറ കൊടുക്കുന്നുണ്ട്. ആ കറ കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് കിട്ടേണ്ട വെളിച്ചം കിട്ടാതെ പോകുമ്പോൾ ഖാലൂ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, നബിയെ, കറ പിടിച്ചിരിക്കുന്നതായ, തുരുമ്പ് പിടിച്ചിരിക്കുന്നതായ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് ഇരുമ്പ് കാഞ്ഞെടുത്താൽ ഇരുമ്പിന്റെ തുരുമ്പ് കളയാൻ കഴിയുന്നുവെങ്കിൽ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, മനുഷ്യന്റെ പാപപങ്കിലമായ ഖൽബിന്റെ കറ കളയാൻ എന്താണ് വഴി നബിയേ? 2 മാർഗ പറഞ്ഞത്. ഒന്ന് സ്വന്തം മരണത്തെ ഓർക്കലാണ്, 2 പരിശുദ്ധമായ ഖുർആൻ പാരായണമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സ്വന്തം മരണത്തെ ഓർക്കുന്ന ഒരു അവസ്ഥയെ ഉണ്ടാക്കി എടുക്കുക എന്നതിലേക്ക് ഒരു മനുഷ്യന് ഒരു വഅ്ള് കൊണ്ട് സാധ്യമായാൽ, ഒരു വഅ്ള് കേൾക്കുന്നോടത്ത് സാധ്യമായി കഴിഞ്ഞാൽ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫളാലത്ത് ബിൻ ഉമൈർ ബിൻ മുലവ്വഹ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് കൈ വെച്ചിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞയച്ചു. അതോടുകൂടി ആ വെളിച്ചം കിട്ടിയതാണ്. മഹാനായ ഫളാലയുടെ ഉള്ളിലേക്ക് അല്ലാഹു എന്ന ചിന്ത കടന്നു വന്നു. മഹാനവറുകൾ പറയാറുണ്ട്, വല്ലാഹി മാ റഫഅ യദഹു അൻ സദ്രി ഹത്താ മാ മിൻ ഖൽഖില്ലാഹി ശൈ അഹബ്ബ ഇലൈഹി മിൻഹു. അന്ന് റസൂലുള്ളാഹി കൈ വെച്ച് എടുത്ത ശേഷം എന്റെ ഖൽബിനെ കീഴടക്കിയ ഒരു പ്രണയ ചിന്തയുണ്ടല്ലോ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു പരിപൂർണ മുഅ്മിനായി ഞാൻ എന്താ അതിനർത്ഥം? ഈ ദുനിയാവിന്റെ പ്രിയപ്പെട്ട സൗഭാഗ്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ആരും മുഅ്മിനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഉപദേശത്തെ പ്രായോഗികമാക്കാൻ നിരന്തരമായ തീഷ്ണമായ പ്രായോഗികതയുടെ പരിജ്ഞാനത്തിന്റെ പരിശീലനത്തിന്റെ യാതൊരുവിധ സങ്കോചങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈയൊന്ന് നെഞ്ചിൽ വെച്ചാൽ മതിയേ, ഒന്ന് കൈ നെഞ്ചിൽ വെച്ചാൽ മതിയേ, ആ വെളിച്ചം കയറി
ഏറ്റവും വലിയ ഒരു മൂമിനായി മാറി. ആ മനസ്സിൽ റസൂലുള്ളാഹി അല്ലാതെ മറ്റൊരു ചിന്തയില്ല. അങ്ങനെ ഫളാല പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. മറർതു ബിംറഅത്തിൻ കുന്തു അതഹദ്ദസു ഇലൈഹാ. ഇന്ന് ഞാൻ കിന്നാര വർത്തമാനം പറയാൻ വൈകുന്നേരം സലാം എന്ന് പറഞ്ഞ പെണ്ണിനെ വഴിയോരത്ത് വെച്ച് ഞാൻ കണ്ടു. അവൾ എന്നോട് പറഞ്ഞു, ഹലുമ്മ ഇലൽ ഹദീസ്. ഫളാല, മറക്കണ്ട, വൈകുന്നേരം നീ എൻ്റെ അടുത്ത് കിന്നാര വർത്തമാനത്തിന് വരാമെന്ന് പറഞ്ഞതല്ലേ, നീ വരുമല്ലോ, മറക്കണ്ട ഫളാല. ഫഖാല ഫളാല, മഹാനായ ഫളാല പറഞ്ഞു, ഇല്ല പെണ്ണേ, ഞാൻ വരൂല. വംബഅസ ഫളാല യഖൂൽ ഖാലത് ഹലുമ്മ ഇലൽ ഹദീസ് ഫഖുൽതു ലാ يأبى عليك الله والإسلام لو قد رأيت محمدا وقبيله بالفتح يوم تكسر الأصنام لرأيت دين الله أضحى بينا وشرك يغشى وجهه الإظلام. അവൾ എന്നോട് അന്ന് പറഞ്ഞത് ഇങ്ങ് വരണേ എന്നാണ്. അവൾ എന്നോട് അന്ന് പറഞ്ഞതൊന്ന് വരണേ, മറക്കല്ലേ എന്നാണ്. അവൾ എന്നോട് പറഞ്ഞത് കിന്നാര വർത്തമാനത്തിന്റെ വാഗ്ദോരണികൾ കൊണ്ട് ആനന്ദത്തിൽ നമുക്ക് കുഴഞ്ഞാടി അവസാനം വ്യഭിചാരത്തിൽ കലാശിക്കാമെന്നാണ്. ഞാൻ അവളോട് പറഞ്ഞത് ആ വർത്തമാനം കൊണ്ട് ഇസ്ലാമോ, നിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എപ്പോഴെങ്കിലും ഒരു ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടാൻ അള്ളാഹു കണക്കാക്കിയാൽ നമ്മുടെ വർത്തമാനം കൊണ്ടത് നഷ്ടപ്പെടും പെണ്ണേ. മുഹമ്മദ് നബിയെയും സംഘത്തെയും ഒന്ന് കണ്ടാൽ മതി പെണ്ണേ, മുഹമ്മദ് നബിയുടെ സൈന്യത്തെ കണ്ടാ മതിയേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സൈന്യത്തെ കണ്ടാൽ മതി. ഒരാൾ നന്നാവാൻ അത് മതി പെണ്ണേ, ഒരാൾ നന്നാവാൻ റസൂലുള്ളാഹിനെ കണ്ടാ മതിയേ. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ ബിൽ ഫത്ഹി യൗമ തുകസ്സറുൽ അസ്നാം ലറഅയ്തി ദീനല്ലാഹി അദ്ഹാ ബയ്യിനാ. നിന്റെ ഉള്ളിലേക്ക് ആ നബിയെ ഒന്ന് കണ്ടാൽ അതിന്റെ വെളിച്ചം കിട്ടും പെണ്ണേ, അതിന്റെ വെളിച്ചം കിട്ടും പെണ്ണേ. ആദ്യമായിട്ട് മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിനെ ഞാൻ കാണുന്നത് ആലപ്പുഴയിൽ വെച്ചാം. ഏകദേശം ഒരു 20 കൊല്ലങ്ങൾക്കപ്പുറം, ഒരു 20-24 കൊല്ലം മുമ്പ് മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിനെ ആലപ്പുഴയിൽ വെച്ച് കാണുമ്പോ അല്ലാഹുവേ, ആ മഹാനെ കാണുമ്പോൾ ഒരു തരിപ്പാ ശരീരത്തിൽ വന്നത്. എന്റെ ഒരു അനുഭവം പറയാ. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഔലിയാഉല്ലാഹില്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കണ്ടാ മതി, അവര് വഅദ് പറയണ്ട, അവരെ കണ്ടാൽ മതിയേ. ഹൃദയത്തിന്റെ അകത്തേക്ക് ഒരു വെളിച്ചം വരും. അത് അള്ളാഹു കൊടുക്കുന്ന ഈമാന്റെ വെളിച്ചമാണ്. ഫളാല പറഞ്ഞതും ഈ തർബിയത്ത് തന്നെയാ. അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബത്തിനെയും ഒന്ന് കണ്ടാ മതിയേ പെണ്ണെ, നീ നന്നാവുമെന്ന് പറഞ്ഞു പോയ വർത്തമാനം അവൾ നന്നായി എന്ന് ഈ തർബിയത്തിന്റെ കഥ പറയുകയാണ്. ഇബ്നു തീമിയോട് ശിഷ്യൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായയിൽ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഒരു വെളിച്ചവുമായി അള്ളാന്റെ കോടതിയിലേക്ക് പോവാനുള്ളവരാ നമ്മൾ. അങ്ങനെ ചൊല്ലുമ്പോണ്ടല്ലോ ആ വെളിച്ചത്തിൽ നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ കുളിച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കും, അത് കിട്ടാത്തവരാഗ്രഹിക്കും കുറച്ച് തന്നാൽ. പരിശുദ്ധമായ ഖുർആൻ രസകരമായ രീതിയിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം ബുശ്റാകുമുൽ യൗം. അന്ന് സന്തോഷിക്കാൻ അല്ലാഹു വക തരട്ടെ. ഇപ്പൊ കൽബിലേക്ക് ഒരു ചെറിയ വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താനും ആ ഒരു ചിന്തയിലായി ജീവിക്കാനുമുള്ള ഒരു പ്രചോദനവും പ്രേരണയും ആവേശവുമായി സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനാ സംഗമത്തിലൂടെ നാം ധന്യരായി പോകുമ്പോൾ അത് നിലനിർത്തിപ്പോയാൽ ആ ചെറിയ വെളിച്ചം രോമകൂപങ്ങളിലൂടെ ഉതിർന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രകാശത്തിന്റെ വലിയ ഒരു വിശാലതയായി നമ്മുടെ മുന്നിൽ വഴിതീർക്കുമെന്ന് ഖുർആൻ മഹ്ശറയിൽ വെച്ച് അങ്ങേക്ക് കാണാൻ കഴിഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളും സഹോദരിമാരും ആ വെളിച്ചവുമായി അവർ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയും. ബുശ്റാകുമുൽ യൗം,
അന്ന് മലക്കുകൾ അവരോട് വിളിച്ചു പറയും, സന്തോഷിച്ചു വെക്കോളൂ, സ്വർഗമുണ്ട് നിങ്ങൾക്ക് എന്ന് പറയും. സിറാത്ത് കടക്കാൻ ആ വെളിച്ചം വേണം, സിറാത്ത് കടക്കാൻ ആ വെളിച്ചം വേണമെന്ന് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്ന സ്വഹാബിയായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ വെളിച്ചം ഉണ്ടായാൽ ആ സിറാത്ത് കടക്കാൻ പറ്റും. യുതൗന നൂറഹും അലാ ഖദ്രി അഅമാലിഹിം, അമലനുസരിച്ചായി വെളിച്ചം കിട്ടാം. യമറൂന അലാ സിറാത്തി മിൻഹും മൻ നൂറുഹു മിസ്ലുൽ ജബൽ, അന്ന് സിറാത്ത് കടക്കുന്ന ഈ വെളിച്ചമുള്ള ആളുകൾക്ക് മാത്രം അതിനുള്ള അവസരം. അവരിൽ ചിലരെ കാണുന്നത് പർവ്വതത്തിന്റെ വലിപ്പത്തിലുള്ള വെളിച്ചം, ചിലരെ അന്ന് കാണുന്നത് മന്നൂറുഹു മിസ്ലുൻ നഖ്ല, ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ചിലരുടെ വെളിച്ചം. വഅദ്നാഹു നൂറൻ മന്നൂറുഹു അലാ ഇബ്ഹാമി, അന്ന് ആ സിറാത്ത് കടക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ വെളിച്ചവുമായി കടന്നു പോകുന്ന വേച്ച് പോകുന്ന സിറാത്തിന്റെ മൂർച്ചയുള്ള അഗ്രങ്ങൾ ശരീരത്തിൽ മുറിവുകൾ തീർത്ത് രക്തം വാർന്നൊലിക്കുമ്പോൾ അലറി കരഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടക്കുന്ന ആ ചെറിയ വെളിച്ചമുള്ള ആ മനുഷ്യന്റെ വിരൽത്തുമ്പിൽ ഒരു ചെറിയ തീനാളം പോലെ ആ വെളിച്ചം കാണാൻ കഴിയുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് അല്ലാഹു നമ്മെ അപ്പുറത്തേക്ക് കടക്കാനുള്ള വെളിച്ചം സായുക്തമാക്കിയവരിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. മഹാന്മാര് പഠിപ്പിക്കാണ് ആ വെളിച്ചം. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നത്തെ ദിവസം നീ എവിടെയെന്നറിയുമോ? അന്നത്തെ ദിവസം എവിടെയെന്നറിയുമോ? ലൻ തദ്ഖുലൽ ജന്നത ഹത്താ തഖൂലൻ നാർ. ഒരു വെള്ളപ്പൊക്കത്തെ സങ്കല്പിക്കാം. ആ വെള്ളപ്പൊക്കം അതിന്റെ മുകളിലൂടെ, ഒരു നദിയുടെ മുകളിലൂടെ കുറുകെ ഇട്ടിരിക്കുന്ന പാലവും നിറഞ്ഞു കവിഞ്ഞ പുറത്തേക്ക് ആ വെള്ളപ്പൊക്കം നദിയെ സമൃദ്ധമാക്കി എന്ന് സങ്കല്പിക്കാം. ആ നദി നിറഞ്ഞു കവിഞ്ഞു എന്ന് സങ്കല്പിക്കാം. ഈ പാലം കടന്നിട്ട് വേണം നിനക്കപ്പുറത്തേക്ക് പോവാൻ. പക്ഷേ പാലത്തിലൂടെ വെള്ളം കവിഞ്ഞൊഴുകുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് നീ കടന്നു പോവാൻ ആ ഒഴുക്കിൽ സാധ്യമല്ലാതെ വരുമ്പോ, എന്നാലും ഒരാൾ ഉയരത്തിലേക്ക് അപ്പുറത്തേക്ക് പോകാത്ത ആ വെള്ളത്തിന്റെ ചാല് നീ കണക്ക് കൂട്ടി അപ്പുറത്തേക്ക് കടക്കുമ്പോ നിന്റെ ശരീരത്തിൽ നനവ് പുരളുന്ന പോലെ നിന്റെ ശരീരത്തിൽ തീയിന്റെ നനവ് പുരളും. അവിടെ നിറഞ്ഞു കവിഞ്ഞത് നദിയല്ല, വെള്ളമല്ല, നരകത്തിന്റെ തീനാളങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് മറുകരയാകെ സ്വർഗത്തെ കടക്കാൻ വേണ്ടി ആ പാലത്തിലൂടെ നീ ഒന്ന് തീയിലൂടെ നനഞ്ഞു പോകേണ്ടി വരുമേ എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ആയത്തിന് അർത്ഥം പറയുകയാണ്. ഫഇൻ കാന മഅക നൂറുൻ, അന്ന് നിന്റെ കയ്യിൽ ഈ വെളിച്ചമുണ്ടെങ്കിൽ ഇസ്തഖാമ ബികസ്സിറാത്ത്, നീ ചവിട്ടുന്നിടത്ത് സിറാത്ത് എന്ന പാലത്തിൽ തീനാളം അണഞ്ഞണഞ്ഞു പോകുമേ. വല്ലാഹി നജൗത വഹദൈത, അപ്പോഴാടാ നിനക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയാ, അപ്പോഴാടാ നിനക്ക് ഹിദായത്ത് കിട്ടി എന്ന് പറയാൻ കഴിയാ. വഇല്ലം യകുൻ മഅക നൂറുൻ, നിന്റെ കൂടെ അന്ന് ആ പ്രകാശമില്ലെങ്കിൽ തസബ്ബത ബിക ബഅദു ഖതാതി ഫി ജഹന്നം, നരകത്തിന്റെ ചില അലർച്ചകൾ നിന്നെ വിഴുങ്ങുമേ, നിന്റെ ശരീരത്തിൽ പൊള്ളലേൽക്കുമേ, രക്തം വാർന്നൊലിക്കുന്ന ശരീരത്തിന്റെ മുറിവിലേക്ക് ആ തീനാളം വന്നുകൊണ്ട് വല്ലാത്ത പുകച്ചല് തരുമേ. അന്ന് നീ കരിവാളിച്ച കോലത്തിൽ സ്വർഗത്തിലേക്ക് വന്നു ചേരുമേ. അങ്ങനെയാ നിനക്ക് വരാൻ പറ്റാ. വെളിച്ചം കുറഞ്ഞാൽ, തീരെ വെളിച്ചമില്ലെങ്കിൽ അപ്പുറത്തേക്ക് കടക്കില്ല എന്ന് മഹാന്മാർ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കാം. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനൂ انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور لهم باب باطنه فيه الرحمة وظاهره من قبله العذاب. അല്ലാഹുവേ, അന്ന് മുനാഫിഖീങ്ങൾ ഈ വെളിച്ചം ഉള്ളവരെ കാണുമ്പോൾ ആഗ്രഹിക്കും, ഒന്ന് ഇങ്ങ് നോക്കുമോ, ഒന്ന് ഇങ്ങോട്ട് കൈനീട്ടുമോ, ഒന്ന് ഞങ്ങൾ ആനയിക്കുമോ, ഒന്ന് അണച്ചു പിടിക്കുമോ. ഈ വെളിച്ചം ഞങ്ങൾക്കും വേണമേ, ഈ വെളിച്ചം ഞങ്ങൾക്കും വേണമേ. എൻ്റെ പ്രിയമുള്ളവരെ, ആ വെളിച്ചത്തിന്റെ വിശാലതയിലേക്കുള്ള ഒരു ചിന്തക്ക് വേണ്ടിയാ ഇത്രയും പറഞ്ഞത്. ആ വെളിച്ചം നമുക്ക് കിട്ടാൻ
ഹറാമുകൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കാ, അല്ലാഹുവേ ഈ കാര്യം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഞാനിത് ചെയ്യൂല അല്ലാഹുവേ ഞാനിത് പറയുന്നത് എൻ്റെ നബിക്ക് ഇഷ്ടമല്ലല്ലോ, എൻ്റെ റസൂലുള്ളാഹി അത് പഠിപ്പിച്ചതല്ലല്ലോ, ഞാൻ സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് വന്നത് ഇത് പറയാനല്ലല്ലോ. അല്ലാഹുവേ എൻ്റെ മക്കളോട് നല്ലത് ചെയ്യാൻ ഞാൻ അവരോട് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നന്നാവണമെന്നല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്വാളിറ്റി നിലനിർത്തണമെങ്കിൽ ആ പരിപാടി എനിക്ക് പറ്റിയതല്ല, ആ വർത്തമാനം എൻ്റെ നാവിൽ വരേണ്ടതല്ല. അല്ലാഹുവേ ഒഴിവ് സമയം എത്രയാ ഞാൻ കളഞ്ഞുകൂട്ടിയത്, അല്ലാഹുവേ ഞാൻ എത്ര ആരോഗ്യമാ നശിപ്പിച്ചത്. എത്രയോ ആളുകൾ ആരോഗ്യസ്ഥിതിയിൽ വേഗത്തിൽ വലിയ രോഗത്തിന്റെ അടിമയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ തകർന്നു വീഴുമ്പോൾ അല്ലാഹുവേ ആയുസ്സിന്റെ അനർഹമായ സൗഭാഗ്യത്തിലൂടെ ജീവിച്ചു പോകുമ്പോഴോ നിന്നെ മറന്നുപോയവനാ ഞാൻ, ഇനി അത് ആവർത്തിക്കില്ല അല്ലാ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇക്കഴിഞ്ഞ റമദാൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ വെളിച്ചോണ്ട് അല്ലാഹുവേ അതൊരു ഹറാമിനും ഞാൻ വിട്ടുകൊടുക്കൂല അല്ലാ. ആ വെളിച്ചത്തെ വിശാലമാക്കാൻ, ആ വെളിച്ചത്തെ ഒന്ന് വികസിപ്പിക്കാൻ മഹാന്മാരായ സയ്യിദന്മാര് ദുആരന്നോടത്ത് ആമീൻ പറഞ്ഞ് കണ്ണുനീര് തുടച്ചിട്ട ഞാൻ ആ മജ്‌ലിസിൽ നിന്ന് പോയത്. അല്ലാഹുവേ അതെന്റെ ഖൽബിൽ നിലനിർത്താൻ ഞാൻ തീരുമാനിച്ചു അല്ലാ എന്ന പ്രതിജ്ഞയാണ് നമ്മുടെ ആദ്യത്തെ തൗബ. അല്ലാഹു നസീബാക്കട്ടെ.